എറണാകുളം ജനറൽ ആശുപത്രിയിലെ MRI സ്കാൻ പ്രവർത്തന സജ്ജമാകാൻ വൈകുന്നത് രോഗികളെ വലയ്ക്കുന്നു. മെഷീന്റെ തകരാറുകൾ പരിഹരിക്കാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്നതിനാൽ ആശുപത്രി അധികൃതർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയാണ്. ഇതുമൂലം സ്വകാര്യ സ്കാനിംഗ് സെന്ററുകൾ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് രോഗികൾ. കുറഞ്ഞ ചെലവിൽ രോഗനിർണയം നടത്താമെന്നതിലൂടെ നിർധനരായ രോഗികൾക്ക് വലിയൊരാശ്രയമായിരുന്നു എറണാകുളം ജനറൽ ആശുപത്രിയിലെ MRI സ്കാൻ. എന്നാൽ സെന്ററിന്റെ പ്രവർത്തനം നിലച്ചിട്ട് നാളുകളായി. മെഷീന്റെ തകരാറുകൾ പരിഹരിക്കാൻ മാത്രം 28 ലക്ഷം രൂപയും യന്ത്രത്തിനകത്തെ എയർ കണ്ടീഷൻ പ്രവർത്തന സജ്ജമാക്കാൻ 10 ലക്ഷം രൂപ വേറെയും കണ്ടെത്തണം. സർക്കാർ ആശുപത്രിയുടെ പരിമിതമായ പ്രവർത്തന ഫണ്ടിൽ നിന്ന് ഇത്രയും വലിയ തുക കണ്ടെത്താൻ കഴിയില്ല. ഇതിനായി ഉന്നത തലത്തിലുള്ള ഇടപെടൽ കൂടിയേ തീരുവെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. നിർധന രോഗികളുടെ അവസ്ഥ കണക്കിലെടുത്ത് ഉപകരണം എത്രയും പെട്ടെന്ന് പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് യുവജന സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. സാധാരണക്കാരായ രോഗികൾ മാത്രമല്ല, ജില്ലയ്ക്ക് പുറത്തുള്ള മറ്റ് ജില്ലകളിൽ നിന്നും ഏറ്റവും പ്രധാനമായി ആശ്രയിക്കുന്ന സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ് എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രി. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് AIVF ആവശ്യപ്പെടുന്നത്. ഇവിടെ നിലവിൽ ഉള്ള MRI സ്കാനും CT സ്കാനും മാമോഗ്രാമും അത് വീണ്ടും പരിശോധനകൾ ആരംഭിക്കണമെന്നാണ് AIVF ഇതിലൂടെ ആവശ്യപ്പെടുന്നത്. ഓങ്കോളജി വിഭാഗത്തിലെ CT സ്കാനാണ് ആശുപത്രിയിലെ മറ്റു വിഭാഗങ്ങളും ആശ്രയിക്കുന്നത്. പുതിയത് 3 മാസത്തിനുള്ളിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ന്യൂറോളജി ഡോക്ടറുടെ ഒഴിവ് 3 വർഷമായി നികത്താത്തതും ഇവിടെ എത്തുന്ന രോഗികളെ വലയ്ക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി.